ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കണു കേട്ടോ. അപ്പോൾ 2 ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോസാണ്. ഡയറക്റ്റായിട്ട് നിങ്ങളോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറയണമെങ്കിൽ എത്തി ക്യാമറ ഒക്കെ ഓണാക്കി വെച്ചിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് കഴിയണില്ല നിങ്ങളോട് പറയാൻ കേട്ടോ. അപ്പോൾ എന്താണ് പ്രത്യേകത എന്നായിരിക്കൂലേ. അപ്പോൾ നമ്മളെ റേസറാണ് കേട്ടോ. റേസറിന് നാളെ പോകണം. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അപ്പം ഞാൻ കരുതി 2 ദിവസം മുന്നേ ഒരു വീഡിയോ എടുത്തു വെച്ചിരുന്നു. ഒരു ഇത്താത്താൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ഇത്. ഇന്നത്തെ നമ്മൾ നോമ്പ് തറ ഒരു ഇത്താത്താൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ ആ ഇത്താത്ത മക്കൾക്കും വേണ്ടി ഭക്ഷണമൊക്കെ ഒരുക്കി വെക്കൊണ്ടി എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ വലിയ സുഖമുള്ള ദിവസങ്ങളൊന്നും അല്ല, എന്നാലും അൽഹംദുലില്ലാ നമ്മളെ മക്കളെ സന്തോഷങ്ങളൊക്കെ നമ്മൾ കാണണ്ടേ. നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ പറയണ പോലെ. അപ്പോൾ എടുത്തു വെച്ചൊരു വീഡിയോ ഉണ്ട്, അതിലേക്കാണ് വോയിസ് ഓവർ കൊടുക്കുക. എന്നിട്ട് അതിൽ കൂടെ നിങ്ങളോട് പറയാമെന്ന് കരുതി. ഡയറക്റ്റായി ക്യാമറൻ്റെ മുന്നിൽ ഇരിക്കാനൊരു മടി. ഇൻഷാ അല്ലാ റേസറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ വിഷമങ്ങളൊക്കെ ഒന്ന് തീരട്ടെ, എന്നിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങളോട് സംസാരിക്കണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണ് രാവിലെ ഞാൻ എന്ത് കാട്ടണമെന്നോ, നമ്മൾ ലേശം ഇറച്ചിയൊക്കെ വാങ്ങിച്ചു കൊടുന്നിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ചെറുകടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എഴുതിക്കാണ്ട് സമൂസൻ്റെ ഓല കേട്ടോ. ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലേ സമൂസ ചുറ്റാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു പരിപാടി ഞാൻ കാണിച്ചു തരാമെന്ന്. ആ വീഡിയോ ഞാൻ എടുത്തു വെച്ചിക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിന്മേൽ എന്നാണ് വോയിസ് ഓവർ കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഡയറക്റ്റായി നിങ്ങളെ മുഖത്ത് നോക്കാനൊരു മടിയും നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടേ. അപ്പോൾ ഇൻഷാ അല്ലാ ദുആ ചെയ്യുകൊണ്ടി. ഈ മാസത്തിൻ്റെ പുണ്യം കൊണ്ട് നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിച്ച് റബ്ബ് തരാനും വേണ്ടി നിങ്ങളിൻ്റെ കൂടെ നിൽക്കണം കേട്ടോ. നമ്മളെ റിതു ഇതാക്കണം കേട്ടോ. റിതുവിനോട് ഞാൻ പറയാം ഈ നിന്നുണ്ടടാ ഭക്ഷണം ഉണ്ടാക്കാൻ. അപ്പം നാളെ എന്തായാലും റേസറും കാര്യം നാളെ രാവിലെ 10 മണിക്കാണ് റേസർ ഓഫീസ് വരാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 10 മണിയാകുമ്പോഴത്തേന് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആധാരം നമ്മൾ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നാളെ 10 മണിയാകുമ്പോഴത്തേന് ചെന്നാലേ. ഫോട്ടോ എടുത്തിട്ടില്ല, ഫോട്ടോ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് കേട്ടിരുന്നു, ഞാനും കാക്കും. ഇനിയിപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ മക്കളെ റിതുവിന് പരീക്ഷ ഉണ്ട് കേട്ടോ. നാളെ റിതുവിന് പരീക്ഷ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണെന്നോ, നമുക്ക് ഷെയ്മോളെ നിർത്താൻ കഴിയുള്ളൂ. ഷെയ്മോൾക്ക് പിന്നെ പരീക്ഷയൊന്നുമില്ല, എന്നാലും ക്ലാസ് പോകുക തന്നെയാണ്. മറ്റേത് ഉമ്മയും മക്കളൊക്കെ അല്ലേ. ഒരാളെ 10 മണിയാകുമ്പോഴത്തേന് പറഞ്ഞാൽ 10 മണിയാകുമ്പോഴത്തേന് ചെല്ലണം. പിന്നെ നമ്മളടുത്ത് ഫോട്ടോ ഇല്ല കേട്ടോ. അപ്പോൾ കാക്കു പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആനക്കായ എവിടെയെങ്കിലും പോയിക്കാണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമായിരുന്നു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോകാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ വീഡിയോസായിട്ട് എടുത്തിട്ടില്ല, ഞാൻ പറഞ്ഞു പഴയ വീഡിയോസാണ്, അതാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തുകാണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താ മനസ്സ് വല്ലാതെ ഇങ്ങനെ നമ്മൾ നിൽക്കണ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും മക്കളെ. അത് എത്ര ഇനി ടെൻഷൻ അടിച്ചണ്ടാന്ന് പറഞ്ഞാലും നമ്മൾ പാർത്തീന സ്ഥലമല്ലേ, നമ്മളെ കാൽമേലെ മണ്ണ് ഒലിച്ചു പോകുമ്പോഴേ നമ്മൾ കുട്ടികൾ കിടക്കുന്ന സ്ഥലമല്ലേ. അപ്പം അത് ഭയങ്കര ഇടങ്ങാറുണ്ട്. പക്ഷേ ഇതിലും വലുത് റബ്ബ് എനിക്ക് തരുമെന്ന് ഓരോ ഇത്താത്തമാരും മെസ്സേജ് വിടുമ്പോൾ എന്നോട് പറയലുണ്ട് കേട്ടോ. ഇന്നും കൂടെ ഞാൻ എൻ്റെ വിശേഷം അറിയാനും വേണ്ടി വാട്സപ്പിലൂടെ ഒരു ഇത്താത്ത എപ്പോഴും എനിക്ക് വോയിസ് വിടലുണ്ട്. അപ്പം ഞാൻ കരഞ്ഞു പോയിട്ടോ ആ ഇത്താത്ത മെസ്സേജ് വിട്ടപ്പം. ഒന്നാമത്തെ സങ്കടം എന്താണെന്നോ, നമുക്ക് പറയാൻ ഒരാളില്ലായിട്ടാണ്. ഉമ്മാനോട് പറയാൻ പറ്റില്ല, ഉമ്മാക്ക് സ്ട്രോക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളൊന്ന് പറയാല്ലേ നമ്മളെ ബാപ്പാരോടാ. ബാപ്പ മരണപ്പെട്ടിട്ട് 5-6 വർഷമായി. പിന്നെ ഒരു ഇത്താത്തയല്ലേ, ഇത്താത്താനോട് പറയാൻ പറ്റൂല. ഓളും പ്രഷറും ഓളും CF പേഷ്യൻ്റും ഒക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കടന്നു പോണത്. പിന്നെ ഇപ്പം നമ്മളെ സങ്കടങ്ങളും പരിഭവങ്ങളൊക്കെ നിങ്ങളോട് പറയണത് നമുക്കൊരു ആശ്വാസം കിട്ടും. അങ്ങനെ എത്രമാത്രം കരുതിക്കാണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഐഡിയ കേട്ടോ. നമുക്ക് സമൂസൻ്റെ ഓല ചുറ്റാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുഭാഗത്ത് ഒരു മുറി മുറിച്ച് അതിലിട്ട് മടക്കിക്കാണ്ട് മൈദപ്പൊടി കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചോളൂ കേട്ടോ. ഒന്നിലും മുക്കും റസ്കും പൊടിയിലും മുട്ടയിലൊന്നും മുക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് എണ്ണയിൽ അങ്ങോട്ട് പൊരിച്ചെടുക്കാതെ കേട്ടോ. നല്ല സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മക്കൾക്കൊക്കെ കയ്യിൽ ഒതുങ്ങിയ സാധനം. അങ്ങനെ വേസ്റ്റാക്കി കളിയില്ല. ചെറുതല്ലേ, കുറച്ച് മെനക്കേട് ഉണ്ട് എന്നുള്ളൂ. എന്നാലും നമ്മളെ മറ്റത് നുള്ളിപ്പൊറുക്കി അത് ചുറ്റിയെടുക്കണം അത്ര ബുദ്ധിമുട്ടുകളൊന്നുമില്ല കേട്ടോ. പിന്നെ ഉള്ളിയൊക്കെ വാട്ടിക്കാണ്ട് നമ്മൾ ആ ചിക്കന് ലേസായി നിന്ന് എടുത്തുകാണ്ട് മാറ്റി വെച്ചിരുന്നു പറഞ്ഞില്ലേ, അതൊക്കെ പൊടിച്ചുകാണ്ട് അതിക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കട്ലേറ്റൊക്കെ ഉണ്ടാക്കൂലേ, അതേ മസാല തന്നെയാണ് ഞാൻ അതിക്കും ഉപയോഗിക്കൽ കേട്ടോ. നമ്മൾ കട്ലേറ്റ് ആയാലും സമൂസ ആയാലും ഒരേ മസാലകളാണ് എടുത്തു വെക്കൽ. അപ്പോൾ അത് കണ്ടോ, ഇങ്ങനെ റൂൾ ചെയ്തെടുക്കുക. പിന്നെ ജസ്റ്റ് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. ഒന്നാണ് പൊരിച്ചുകൊണ്ട് പെട്ടെന്ന് കൂരി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ധൃതി കിട്ടുന്നുണ്ട് കേട്ടോ. നോൽമ്പൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, കുട്ടികൾ നമ്മൾ ചുമന്ന് നോമ്പ് വിൽക്കാത്തതാണ്. അപ്പോൾ ഇങ്ങനെ 10 പ്രാവശ്യം വന്ന് നോക്കൂ കേട്ടോ. അയക്കണം അമ്മ നിങ്ങൾ എന്താ ഉണ്ടാക്കണം, നിങ്ങൾ എന്താ ഉണ്ടാക്കണത് ചോദിച്ചുകാണ്ട് രാവിലെ തുടങ്ങും കേട്ടോ. ഇനിയിപ്പോൾ നോമ്പറക്കണ നേരത്താണെങ്കിലും ഓളിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും, നാളെന്താ ഉണ്ടാക്കുക, നാളെന്താ. ഞാൻ പറയും നേരം വെളുത്തിട്ടല്ലേ നാളത്തെ ഉണ്ടാക്കാറ്.
അപ്പോൾ അങ്ങനെയാണ് കുട്ടികളെ കഥ. അങ്ങനെയാണ് അറിയാം. ഓൽക്ക് നോൽമ്പ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മളിലാറെ ധൃതിയാണ് നോമ്പ് തുറക്കണ നേരത്ത്. ബേബികളായാലും ഓലൊക്കെ കേട്ടോ കസാലയൊക്കെ ഇട്ടുകാണ്ട് ആദ്യം ഇരിക്കും. കുട്ടികളല്ലേ, ഓൽക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ നാളെ റേസറും കാര്യങ്ങൾക്കൊക്കെ പോകും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഡയറക്റ്റായിട്ട് വീഡിയോ ചെയ്യണ്ട കേട്ടോ. അപ്പം എല്ലാവരും നമുക്കും വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യുവേണ്ടി. ഭയങ്കര വിഷമത്തിലൂടെയാണ് കടന്നു പോണത്. ഭയങ്കര നമുക്ക് എങ്ങനെ ഇപ്പം പറയുക, അത് അനുഭവിച്ചവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ടുകളും ടെൻഷനുകളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഒന്നാമത് നമ്മൾ ഉണ്ടാക്കിയ പെര തന്നെയാണ്, വാങ്ങിച്ച വീടൊന്നുമല്ല കേട്ടോ. നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട് കയറ്റുമല്ലോ, അങ്ങനെ കയറ്റിയ വീട് തന്നെയാണ് കേട്ടോ. ഒരുപാട് കാലം വാടകക്കും എൻ്റെ വീട്ടിലും അതേപോലെ കാക്കുവിൻ്റെ മുത്തച്ഛന്മാരോടെയും ഒക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആറ്റുനോറ്റൊരു വീടുണ്ടാക്കിയതാ. അതും പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ആയി. എന്താ അള്ളാൻ്റെ ഖജനാവിൽ ഒരുപാട് മുതലുണ്ടല്ലോ അല്ലേ, ഞങ്ങളൊക്കെ പറയണ പോലെ. നമുക്ക് ഒരു നിമിഷം മതിയല്ലോ നമ്മളെ ജീവിതമൊക്കെ മാറി മറിയാൻ. അപ്പോൾ ഇൻഷാ അള്ളാ നിങ്ങളൊക്കെ പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്ത് തീരുമാനമാണ് എടുക്കണമെങ്കിലും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന് തരണം കേട്ടോ. അപ്പോൾ ഇതാക്കണ നമ്മൾ ഒക്കെ റെഡി ആക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ ബേബികൾ അവിടെ തന്നെ ഉണ്ട് കേട്ടോ, വികൃതി കാട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ വല്ലാതാണ്ട് ക്യാമറയിൽ റിതുവിനോട് പറയാം പകർത്തണ്ടാന്ന്. 2 വീഡിയോ ഉണ്ടായിന്, 2 വീഡിയോ ഞാൻ ഡിലീറ്റ് അടിച്ചു കേട്ടോ. നമുക്ക് കോപ്പിറൈറ്റും വന്ന്, ഒന്ന് എന്താ വെച്ചാൽ ഓലെ ടൗസർ ഒരാൾ കഴിച്ചിരുന്നു. അവിടെ ഞാൻ കട്ട് ചെയ്തൊക്കെ ചെയ്തിരുന്നു കേട്ടോ. എന്നാലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മുടി പിടിച്ച് വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കണുണ്ട്. അപ്പോൾ അത് യൂട്യൂബിൽ നിന്ന് നമുക്ക് മോണിറ്റേഷൻ കിട്ടണില്ല. അപ്പോൾ അതും കളഞ്ഞു. അങ്ങനെ 2 വീഡിയോ എടുത്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാക്കണ് എണ്ണയിലിട്ടുകാണ്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മളെ ഇത്താത്താൻ്റെ ചട്ടിയിലാണ് എടുത്തുകാണ്ട് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇതിക്ക് എന്തെങ്കിലും മയോണൈസോ അല്ലെങ്കിൽ തക്കാളി സോസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിട്ടോ. ഞാൻ എന്താ കിട്ടിയെന്നോ, ആ എണ്ണയിൽ ആ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ അത് ബാക്കി ഉണ്ടായിരുന്നു. അത് നമ്മളെ സൺഫ്ലവർ ഓയിൽ ഒരു കിറ്റിലുണ്ടായിനാണ് കേട്ടോ. ഒരാൾ നോക്കി ഇവിടെ സ്റ്റൂളുമ്മ കയറിക്കാണ്ട് നിൽക്കുന്നുണ്ട് ഒരു മൂലക്കൽ. എൻ്റെ ഇടത് ഭാഗത്ത് കണ്ടങ്ങൾ അതൊക്കെ എന്താണെന്നോ വീഡിയോയിൽ പകർത്തി കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റേഷൻ തരൂല. കുട്ടികൾ ഈ കസാലമേൽ ഇങ്ങനെ കയറി നിൽക്കുമ്പോഴേ വീഴുന്നില്ല ഇൻഫർമേഷൻ നമുക്ക് തരികയാണ്. പിന്നെ കുറേ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയലാണ് കേട്ടോ. ഇതിലേക്ക് സോസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ എണ്ണ ഉണ്ടാവും, സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് നാളെ കിറ്റ് കിട്ടിയപ്പോഴേ പുതിയൊരു അതിഥി വന്നിരുന്നു പറഞ്ഞില്ല, നമ്മളെ ടെൻഷനുകൾക്കൊക്കെ ഒരു സമാധാനത്തിന് ഒരാൾ വന്നിരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. എന്ത് കാര്യമാണെങ്കിലും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന് തരുവേണ്ടി. നിങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോണത്. ഓരോ ദിവസവും ഓരോ സമയവും എൻ്റെ കടന്നു പോണ് നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു സപ്പോർട്ട് കൊണ്ടാണ്. അല്ലാതെ നമുക്ക് വേറൊരു ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടുകളും ഉണ്ടാവില്ല. ഒന്നാമത് കുടുങ്ങിക്കണ നേരത്ത് ഒരു കൈ പിടിച്ച് ഉയർത്താൻ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. എല്ലാവർക്കും പേടിയായിരിക്കും അല്ലേ. നിങ്ങൾക്കൊക്കെ നിങ്ങളെ ജീവിതത്തിലൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളായിരിക്കും. പേഴ്സണലായി വിളിച്ചു കണ്ട് പറഞ്ഞവരുണ്ട് എന്നോട് അങ്ങനത്തെ ഒക്കെ. അതേപോലെ അവസ്ഥയിൽ നിൽക്കുക തന്നെയാണ്. ഒന്ന് കൈ തന്നാൽ ഒന്ന് ആ കിണറിന്ന് കയറിപ്പോരാൻ കഴിയും, ആ ഒരു ധൈര്യമുണ്ട്. പക്ഷേ കൈ തരാൻ ഒരു മനുഷ്യനുണ്ടാവില്ല. അല്ല അവിടെ കിടക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കണമായിരിക്കും. പേടി കൊണ്ടാണ് ഹെൽപ്പും കാര്യങ്ങളും നന്നായിട്ട് ചെയ്യേണ്ടി വരും കരുതികാണ്ട്. അപ്പോൾ ഇതാക്കണം കേട്ടോ. നമ്മളെ സമൂസ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല സമൂസൻ്റെ ഓല പിന്നെ ഞാൻ വാങ്ങിച്ചു കേട്ടോ. നമ്മൾ ഇത് കൊടുന്നത് തന്നെയാണ് സമൂസക്ക്. പിന്നെ ചുറ്റാൻ ഓല ഇങ്ങനെ വിളിച്ചപ്പോൾ ഓല് വരുന്നില്ല. ഇത് ഇങ്ങനെ ആകുമ്പോൾ നല്ല സുഖമാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കോളിട്ടോ മക്കളെ. നല്ല ടേസ്റ്റ് ഉണ്ട്, കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ സമൂസ തിന്നണ പോലെ തന്നെ ഉണ്ട്. സമൂസ കോണാണ് എന്നുള്ളൂ, ഇത് നമ്മളെ എന്താ പറയുക ചതുരാണ് എന്നുള്ളൂ കേട്ടോ. നല്ല രസമുണ്ട്. മൈദമാവ് കൊണ്ട് ഒട്ടിച്ചാൽ മതി. ഇനി ഈ റസ്കും പൊടിയും മുട്ടിയൊന്നും തരിഞ്ഞു പോകണ്ട. ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ പൊരിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റും ഉണ്ടായിന്. ഞാനിപ്പോൾ എന്താ പറഞ്ഞു ഒരട്ടം ഓർമ്മയില്ല. ഒക്കെ തല തിരിഞ്ഞു പോയിക്കണം. ഇനിയിപ്പോൾ നാളത്തെ ആലോചിച്ചിട്ട് ഇന്നത്തെ ഉറക്ക് മുഴുവൻ എൻ്റെ പോകും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിഷമങ്ങൾ ഓരോ ദിവസങ്ങൾ ഉണ്ടാവും. അതൊക്കെ നല്ലതിനും വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയണ പോലെ. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണില്ല എന്നുള്ളൂ. നമ്മളെ വീട് നഷ്ടപ്പെട്ടതേ നമുക്ക് ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയണില്ല എന്നുള്ളൂ. അപ്പോൾ ആ ഓയിൽ ബാക്കി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് മയോണൈസ് ഉണ്ടാവും കൂട്ടോ. ഞാൻ ആ ഓയിൽ നല്ല സൺഫ്ലവർ ഓയിലല്ലേ, അതുകൊണ്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതാക്കണ് ജ്യൂസ് അടിച്ചാൽ ഇറച്ചിയും വാങ്ങിച്ചിരുന്നു ഞാൻ കറി ഉണ്ടാക്കാൻ. അതുപോലെ നമ്മളെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സും ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ജ്യൂസ് അടിച്ചാൽ കൈതച്ചക്ക കേട്ടോ. നമ്മളെ പൈനാപ്പിൾ എന്നൊക്കെ പറയും, ഞങ്ങൾ കൈതച്ചക്ക എന്നൊക്കെയാണ് പറയാം കേട്ടോ.
അതും ജ്യൂസ് അടിച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഞാൻ നോമ്പ് തുറന്നിട്ട് പത്തിരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതുന്നുണ്ട്. ഒരു താത്താൻ്റെ സ്പെഷ്യലാന്നൊക്കെ പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കണം എന്നുണ്ട്. കഴിയുമെങ്കിൽ ഉണ്ടാക്കും കേട്ടോ. ഒന്നാമത് നമുക്കൊരു മനസ്സിക്കൊരു തീർപ്പതിയൊന്നും ഇല്ലാതെ നമ്മൾ നിൽക്കണ നേരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊന്നൊരു ബലം ഉണ്ടാവില്ലല്ലേ. പക്ഷേ മക്കളാലോചിക്കുമ്പോൾ നമുക്ക് വിഷമമാണ്. ഓലൊക്കെ തിന്നണ കുട്ടികൾ, ചെറിയ കുട്ടികളല്ലേ, ഓൽക്കൊക്കെ ഭക്ഷണം കഴിക്കണ ടൈമല്ലേ. നമ്മളെ വിഷമങ്ങളുണ്ട് എഴുതിക്കാണ്ട് ഓൽക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ആക്കണേ നമ്മൾ ചുമ്മാ ഒരു 10 പ്രാവശ്യം വന്ന് പാളിയൊക്കെ പോയിക്കണം കേട്ടോ. അയക്കണോ ചോദിച്ചിക്കാണ്ട്. അപ്പോൾ അയക്കുഞ്ഞ് മയോണൈസും ഉണ്ടാക്കി തരാറിനപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിക്കണം. നല്ല രസമുണ്ട് ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, സൂപ്പറാണ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാക്കണ് കൈതച്ചക്ക ഞാൻ എന്തായിട്ടെന്നോ ജ്യൂസ് അടിച്ച് വെക്കട്ടെ കേട്ടോ. എന്തുണ്ടാക്കിയാലും ഓല അടുക്കളയിൽ നിന്ന് പോകില്ല, അങ്ങക്ക് അറിയണല്ലേ. അതിൻ്റെ മണം ചൂരും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ താഴത്തേക്കൊന്നും നോക്കണ്ട കേട്ടോ. ഇനി ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് അടിച്ചോരി വൃത്തിയാക്കും. ഒന്നാമത് ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കി കണ്ടാണ് ക്യാമറ വെക്കൽ പൊന്നു മക്കളെ. പക്ഷേ ഇത് പിന്നെ ഇതന്നെ ഇങ്ങനെ ആകെ പരത്തിക്കൊണ്ട് നിൽക്കും. പിന്നെ നമ്മളിങ്ങനെ ചൂലെടുത്ത് അടിച്ചു തരാം, നമുക്കൊരു പിരാന്ത് പിടിച്ചലായിരിക്കും. അപ്പോൾ അതൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ കൈതച്ചക്കക്ക് മുറിച്ചിന് കണ്ടപ്പോൾ മണ്ടി എന്നാണ് ബേബികൾ കേട്ടോ. അപ്പോൾ ഓൽക്ക് ഓരോ കഷ്ണങ്ങൾ കൊടുത്തു. ഇനി വേഗം മുറിച്ചുകൊണ്ട് ഒരു ജാറിലിടട്ടെ, അല്ലെങ്കിൽ പിന്നെ ജ്യൂസ് അടിച്ചാൽ ഉണ്ടാവില്ല, അതങ്ങനെ തിന്നുകൊണ്ട് നിൽക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യോണ്ടി, ലൈക്കും ചെയ്യോണ്ടി, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരുമോണ്ടി കേട്ടോ. പിന്നെ ഞങ്ങളോട് എപ്പോഴും പറയണ പോലെ ഇന്നും പറയണ നമ്മൾ ഇബാദത്തൊക്കെ എടുക്കണ നേരം നോമ്പ് കാലമൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഒഴിവോടുക്കനെ കണ്ട് ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇത് മുഴുവനും ചെത്തിക്കാണ്ട് ഇനി ജ്യൂസ് അടിച്ചുകാണ്ട് ഞാൻ മേശപ്പുറത്തേക്ക് ഒക്കെ വിളമ്പി വെക്കട്ടെ കേട്ടോ. പിന്നെ നമ്മളെ എണ്ണ ഇന്നലെയും പറഞ്ഞിരുന്നു ഞാൻ, ആവശ്യക്കാരൊക്കെ വിളിച്ചോളി, ഒരു 4-5 ബോട്ടിലും കൂടിയും ബാക്കിയുണ്ട് കേട്ടോ എണ്ണ. പിന്നെ അതേപോലെ ബൺ മെറ്റീരിയൽസ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഒന്നിനൊരു മൂടില്ല എന്ന് പറഞ്ഞ പോലെ അതിപ്പോൾ നിങ്ങൾ ഷോർട്സ് ഒന്നും കാണുന്നുണ്ടാവില്ലല്ലേ. ഇന്നലെ മിഞ്ഞാന്ന് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു കേട്ടോ, എന്താ താത്ത ഷോർട്സ് ഇപ്പോൾ കാണാത്ത. അതെന്താണെന്നോ, ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു ഓഫർ വെക്കുന്നുണ്ട് ബൺ മെറ്റീരിയൽസിൻ്റെ അല്ലേ, നിങ്ങൾ ഓഫർ വെക്കുക താത്ത. അപ്പം ഞാൻ ഓലോടായാലും നിങ്ങളോടായാലൊക്കെ പറയും, ഓഫർ ഉണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ഇടണ്ട് പറയലുണ്ടല്ലേ. അപ്പം നിങ്ങളെന്താ ഷോർട്സ് ഇടാത്ത? ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, ഓഫർ തരി താത്ത അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഒഴിവ് കിട്ടായിട്ടാട്ടോ ഇനി ഓഫർ ഇട്ടുകാണ്ട് ഞാനൊരു ഷോർട്സ് ചെയ്യണ്ട് കേട്ടോ. ബൺ മെറ്റീരിയൽസ് ഉണ്ട് അവിടെ മൂലക്കൽ കിടക്കുന്നത് കുറച്ച്. ഞാൻ പിന്നെ ഓർഡറും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഒന്നാമത് ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോകല്ലേ, നമുക്കൊരു മനസ്സിക്കൊരു സമാധാനം വേണ്ടേ. അപ്പം ഞാൻ വല്ലാതെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഇൻഷാ അല്ലാ നാളെ മറ്റന്നാളെയൊക്കെ ആയിട്ട് ഞാൻ ഷോർട്സ് ഇടാം. നമ്മളെ റേസറും കാര്യങ്ങളൊക്കെ നാളത്തോടു കൂടി കഴിയും, നമ്മളിതെല്ലാം കഴിയും, തീരും മക്കളെ. അപ്പം ഞാൻ 2 ദിവസം മനസ്സൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് ഞാൻ ഷോർട്സ് ചെയ്യണ്ട കേട്ടോ. അപ്പം നല്ല ഓഫറും കൊടുക്കണ്ട കേട്ടോ. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.